കണ്ട ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഈ രാജ്യത്തെ പൗരന്മാർ രാഷ്ട്രീയം മറന്ന് ഒന്നിച്ച ദിവസം. അന്ന് സമരങ്ങളെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ പയറ്റിയ അതേ തന്ത്രമായിരുന്നു മോദിയും കൂട്ടരും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് പയറ്റിയത്. തങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ഒഴിവാക്കുക. 300 MP-മാരായിരുന്നു രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് അണിനിരുന്നത്. ഒന്നല്ല രണ്ടല്ല, മോദി ചോർ ഹേ മുദ്രാവാക്യം ഉയർന്നത് 300 നാവുകളിൽ നിന്നായിരുന്നു. അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ CPIM-ന്റെ MP-മാരും ഉണ്ടായിരുന്നു. പ്രക്ഷോഭം ഇത്ര കനത്തിട്ടും ഇതിനെപ്പറ്റി ഒരു വാക്ക് പോലും പറയാൻ പിണറായിയെ കൊണ്ടായില്ല എന്ന് പറഞ്ഞെത്തുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ബ്രിട്ടാസിനെയും റഹീമിനെയും അറസ്റ്റ് ചെയ്തിട്ട് പോലും പിണറായിക്ക് മിണ്ടാട്ടമില്ല എന്നായിരുന്നു മുരളീധരൻ പറഞ്ഞത്. സത്യമാണ്, ഈ വിഷയത്തിൽ ഒരക്ഷരം പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അത് ആരെ പേടിച്ചിട്ടാണ്? ആർക്ക് വേണ്ടിയാണ്? ഒന്നിനും ഉത്തരമില്ല. 3 MP-മാരാണ് കേരളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിലൊന്നും പിണറായിക്ക് നോ മറുപടി. എന്തായാലും ഈ വിഷയത്തിൽ കമ എന്നൊരക്ഷരം മിണ്ടാത്ത പിണറായി പൂട്ടിക്കെട്ടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ബീഹാറിലെ കണ്ടില്ലേ, സമഗ്ര വോട്ടർ പട്ടിക എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ വോട്ടർമാരെ മാറ്റുകയാണ് ഇപ്പോൾ. ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും എളുപ്പം കേരളത്തിലാണ്. കാരണം കേരളത്തിലെ വോട്ടർമാരിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ഒരുപാട് ആളുകൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവരാണ്. അവരൊക്കെ ഇലക്ഷനിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്ന് വോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവിടെ ചെന്ന് ഗൾഫുകാരനാണ്, വീട് പൂട്ടിയിട്ടുണ്ട്, അയാൾ ഇവിടെ ഇല്ല, അയാളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് തള്ളിക്കളഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഏതാണ്ട് കലാപം നടന്ന കാലത്തെ കാശ്മീരിലത്തെ വോട്ടിങ് പോലെ ഇരിക്കും. 20% മൊത്തം പോളിംഗ്. ആ 20% പോളിംഗിൽ 80% വോട്ട് കിട്ടിയ ആൾ ജയിച്ച അവസ്ഥയുണ്ടായിട്ടുണ്ട് കാശ്മീരിൽ. അതൊക്കെ ആ തീവ്രവാദ പ്രവർത്തനം ഭയന്ന് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകത്തായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? നിർഭയമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന കേരളത്തിൽ ഇങ്ങനെയൊക്കെ വോട്ടർ പട്ടിക അട്ടിമറിച്ചാൽ പിന്നെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? രണ്ടാമത്തെ കാര്യം വോട്ടിംഗ് മെഷീൻ്റെ കാര്യമാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം പരിശോധിക്കേണ്ടത്, എന്തുകൊണ്ട് ഇത്രയധികം അഡ്വാൻസ് ചെയ്ത രാജ്യമായിട്ട് അമേരിക്കയിൽ ഇംഗ്ലണ്ടൊക്കെ എന്തുകൊണ്ട് നമ്മളെക്കാൾ എത്രയോ ഒരു ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയിരുന്നില്ല. ഇപ്പം നമ്മൾ ഒപ്പം എത്തി. പക്ഷേ നമ്മളെക്കാൾ എത്രയോ അവർ അഡ്വാൻസ് ചെയ്ത കാലഘട്ടത്തിൽ പോലും അവരെന്തുകൊണ്ടാണ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാതിരുന്നത്? നമ്മളത് പരിശോധിക്കണ്ടേ? അപ്പോൾ ആ സിസ്റ്റം പരാജയപ്പെട്ടു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ മാത്രമല്ല EVM വന്നതോടുകൂടി കുറേ കൂടെ പുറത്തുനിന്ന് നിയന്ത്രിക്കുന്ന ഏർപ്പാടുണ്ടെന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടത് ഈ വീണ്ടും ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ള ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും അതിനെ പിന്തുണയ്ക്കേണ്ടതാണ്. പക്ഷേ ദൗർഭാഗ്യം എന്ന് കേട്ടാൽ നമ്മുടെ മുഖ്യമന്ത്രി മാത്രമേ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇത്രയും വിഷയം ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ എല്ലാത്തിലും അഭിപ്രായം പറയുന്ന മുഖ്യമന്ത്രി മാത്രം അതിനെ ഒരു മൗനം പറയുന്നുണ്ട്. ഒരു മൗനത്തിൽ ഇരിക്കുകയാണ്. പറയുമ്പോൾ അറസ്റ്റ് ചെയ്ത് ഇന്നലെ മിനിഞ്ഞാന്ന് അറസ്റ്റ് ചെയ്ത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഖാർഗെയും മാത്രമല്ല, ജോൺ ബ്രിട്ടാസിനെയും റഹീമിനെയും രണ്ടുപേരും മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട MP-മാരാണ്. അക്കാര്യം ജനങ്ങൾ ജയിപ്പിക്കാത്തതുകൊണ്ടാണ് അവർ രാജ്യസഭയിലേക്ക് വന്നത്. അങ്ങനെ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് പോലും എന്തിനോ ലോക്സഭയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് ഈ ഒരു പ്രധാന വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല? അപ്പോൾ അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ മന്ത്രി ഇങ്ങനെ ചില ഏർപ്പാട് കാണിച്ചു. ഓൺ ദ സ്പോട്ടിൽ അയാൾ പിടിച്ച് പുറത്താക്കി. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ MP-മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസ്സുകാരനായിട്ടുള്ള മന്ത്രി 5-ാം പത്തി കാണിച്ചപ്പോൾ ശക്തമായിട്ടുള്ള ആക്ഷൻ പാർട്ടി എടുത്തു. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം എന്നുകൂടെ അറിയാൻ താല്പര്യമുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും ഇത് വളരെ ജനകീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും ഒരു സുവർണ കാലഘട്ടം ഞാൻ പറയാം. ഈ ഒരു തീരുമാനം അദ്ദേഹം എടുത്തപ്പോൾ അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ പോലും അദ്ദേഹത്തിനോട് യോജിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ജനാധിപത്യം വിജയിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. ആര് ജയിക്കട്ടെ, ആര് പരാജയപ്പെടട്ടെ, ജനാധിപത്യം വിജയിക്കണം, അതാണ് ഇന്ത്യയുടെ നട്ടെല്ല്, അതാണ് ഇന്ത്യയുടെ കരുത്ത്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ
ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.